ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പിഡയം. കാർപ്പിഡയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, പേടിയായിട്ടൊരു PSCയിൽ നിന്ന് ചില ആളുകൾക്കൊക്കെ മെസ്സേജ് ലഭിച്ചു. അത് കേരള PSCയുടെ സബ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട എക്സാമിൻ്റെ ഒരു അറിയിപ്പായിരുന്നു. അവരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൽ പല ആളുകൾക്കും മാർക്കുണ്ടെന്ന് പറയുന്നു, പക്ഷേ മെസ്സേജ് വന്നിട്ടില്ല എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും നമുക്ക് ഏത് മാർക്ക് വരെയുള്ളത് ആളുകൾക്കാണ് ഈ ഒരു മെസ്സേജ് വന്നത് എന്നുള്ള ദൗത്യമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. എങ്കിലും ഇപ്പോൾ ജനറലിൽ പല ആളുകൾക്കും, കുറച്ച് ആളുകൾക്കെങ്കിലും ജനറലിൽ 46 മാർക്ക് വരെയുള്ളവർക്കൊക്കെ വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അതുപോലെ OBC മുസ്ലിം പോലെയുള്ളവർക്കൊക്കെ ഒരു 43 മാർക്ക് വരെയൊക്കെ വന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പ്രിയ ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾ ഈ എക്സാം എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ മെസ്സേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ കാറ്റഗറി എന്നിവ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അത് കാണുന്നവർക്കൊരു ആശ്വാസമാണത്. കാരണം പലരും ഇപ്പോൾ ഫിസിക്കൽ തുടങ്ങിയവർ പലരും നിർത്തിയിട്ടുണ്ട്. അതുപോലെ തുടങ്ങാമെന്ന് വിചാരിച്ച് പലരും തുടങ്ങിയിട്ടില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്രാവശ്യം ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് PSC കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം 50-നോടടുത്ത് മാർക്കുള്ള പലർക്കും, കാറ്റഗറിയിലുള്ളവർക്ക് പോലും കിട്ടിയിട്ടില്ല എന്നും പലരും പറയുന്നുണ്ട്. ഇനി അവർ മാർക്ക് കൂട്ടിയതിലുള്ള തെറ്റാണോ എന്നറിയില്ല, അതല്ലെങ്കിൽ ഇതിലെന്തോ അപാകത സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഇപ്പോൾ UPക്കൊക്കെ പിന്നീട് 2ാം ഷെഡ്യൂളായിട്ട് വീണ്ടും അവർ മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനായിരിക്കാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങൾ വരിക. PSC ഒരു പ്രാവശ്യം സ്വീകരിക്കുമ്പോഴും പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ അപാകതകൾ സംഭവിക്കാം. അത് മാത്രമല്ല, ചിലപ്പോൾ PSCക്ക് തന്നെ ആളുകൾ കുറവാണെന്ന് തോന്നും. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ UPSCക്ക് വന്നതുപോലെ പലർക്കും ക്വാളിഫൈഡ് അല്ലാത്തവരും അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിൽ നിന്ന് ഔട്ടായി പോയ സംഭവമൊക്കെ ഉണ്ടായി. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തേണ്ടി വരും. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് വരുന്നത് വരെ എന്ത് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുന്ന കട്ട് ഓഫിലൊന്നും മാർക്ക് വരില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇവിടെ നമ്മളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരു കട്ട് ഓഫ് തന്നെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ മെസ്സേജ് അല്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യവും പലർക്കും മെസ്സേജ് വരാതെ പിന്നീട് ഷോർട്ട് ലിസ്റ്റിൽ വന്നപ്പോൾ പേരുണ്ടായിരുന്നു. സോ പിന്നെ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് അയക്കുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ഷോർട്ട് ലിസ്റ്റ് വരികയായിരുന്നു. പിന്നെ ഇത് ചെറിയൊരു ലിസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഈ വെരിഫിക്കേഷൻ്റെ അതിനുവേണ്ടി ആദ്യം തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യമൊന്നും ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ കൂടുതൽ ആളുകൾ, ഇപ്പോൾ ഒരു 50% മുകളിലുള്ള ആളുകൾ ഓൾറെഡി വെരിഫൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി അപ്ലോഡഡ് ആയിരിക്കാം. സോ ഇത്തരത്തിൽ അങ്ങനെ ഒരു PSC ഇതിന് മുതിരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ വിദ്യാർത്ഥികളെ പാനിക്കാക്കി എന്നുള്ളത് മാത്രമാണ്. കാരണം ഞാൻ കേട്ടത് വാസ്തവമാണെങ്കിൽ 50-നോടടുത്ത് മാർക്കുള്ളവർക്ക് പോലും വന്നിട്ടില്ല എന്നൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്. സോ അതൊരു ഉദ്യോഗാർത്ഥികളുടെ ടെൻഷൻ ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഫിസിക്കലുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ പിന്നെ PSC നമുക്കറിയാം, മുമ്പുള്ളതുപോലെ പണ്ട് തൊഴിൽ വാർത്തയ്ക്കൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. അവർ പറയുന്ന ഒരു പോയിന്റിലായിരിക്കും കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ തൊഴിൽ വാർത്ത പറയുന്നത് പോലെയൊന്നും അല്ല കാര്യം, അല്ലെങ്കിൽ തൊഴിൽ വീതി പറയുന്നത് പോലെയൊന്നും അല്ല കാര്യം. അതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റേതെങ്കിലും കോച്ചിങ് സെൻറ്റർ പറയുന്നത് പോലെയൊന്നുമല്ല. അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒന്നുകിൽ ഏറ്റവും കൂടുതൽ മാർക്കാക്കി പറയും, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് മാർക്കാക്കി പറയും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കട്ട് ഓഫ് പറയും. കാരണം കൃത്യമായിട്ടൊരു അവലോകനം നടത്താൻ PSC നമുക്കൊരു ചാൻസും തരുന്നില്ല.
അതുപോലെ തന്നെ പെർഫോമൻസ് ലെവലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഫൈനൽ ആൻസർ കീ വരുമ്പോഴേക്കും പ്രൊഫഷണൽ ആൻസർ കീയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുണ്ടാവും. ഇപ്പോൾ 50 മാർക്കുള്ള പലർക്കും 45 വരെ 43 വരെയൊക്കെ എത്തി ഫൈനൽ ആൻസർ കീ വന്നത്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആൻസർ കീക്ക് മുമ്പ് വിചാരിച്ചിരുന്നവരുണ്ട് ലിസ്റ്റിൽ ജോലി കിട്ടുന്നു. അവർ പ്രൊഫഷണൽ ആൻസർ കീ വന്നതോടുകൂടി ഫൈനൽ ആൻസർ കീ വന്നതോടുകൂടിയും ഔട്ടാകുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. സോ ആൻസറുകൾ നമ്മൾ വിചാരിക്കുന്ന ആൻസറുകളല്ല പലപ്പോഴും വരിക. പിന്നെ മാക്സിമം പ്രാവശ്യം PSC ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തി. അത് ചില ആളുകൾക്കെങ്കിലും ഒരു 10-20% ആളുകൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയാം. കാരണം അവർക്ക് മാർക്ക് പോകും എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഉപകാരമുണ്ട്, ചില ആളുകൾക്ക് നഷ്ടമുണ്ട്. സോ ഇതൊരു ഗാംബ്ലിംഗ് ആണ്. ഇപ്പോൾ ഒരു 10-15 മാർക്കോളം ഒരു ഗാംബ്ലിംഗ് ആയി മാറിയിട്ടുണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന ആൻസർ ആയിരിക്കില്ല, ചിലപ്പോൾ യഥാർത്ഥ ആൻസർ ആയിരിക്കില്ല, ചിലപ്പോൾ ആൻസർ കട്ട് ചെയ്ത് പോകാം, ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോകാം. നമുക്ക് കിട്ടിയൊരു 5 മാർക്ക് ഡിലീറ്റ് ചെയ്ത് പോയാലും നമ്മുടെ 5 മാർക്കാണ് പോയത്. നമുക്ക് 50 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ 45ലേക്ക് എത്തി. ഇനി നമ്മളെ കരുതിയ ഉത്തരം ചിലപ്പോൾ അതിന് നമ്മുടെ അടുത്ത് പ്രൂഫൊക്കെ ഉണ്ടാവും, പക്ഷേ PSCയുടെ ഉത്തരം അതായിരിക്കില്ല. അപ്പോഴും അങ്ങനെ നമുക്ക് നഷ്ടം വരും. 5 മാർക്കും പോകും, 5 മാർക്കിൻ്റെ നെഗറ്റീവും പോകും. സോ അങ്ങനെ 50-ലുള്ളവർ 43ലേക്ക് എത്തും. സോ ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രം. സോ അപ്പോൾ നമുക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞാലും നഷ്ടങ്ങളൊന്നും വരില്ല. സോ പറയാനുള്ളത്, ഇപ്പോൾ ഏജ് ഓവറൊന്നും ആവാത്ത ആളുകൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഇപ്പോൾ തന്നെ തുടങ്ങുക. കൂടുതൽ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. ഓരോ എക്സാമിലും നിങ്ങൾക്ക് മാർക്ക് കൂടുതലായിരിക്കും, കുറയായിരിക്കില്ല, നിങ്ങൾ പെർഫോമൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ. സോ അതാണ് നിങ്ങൾക്ക് ബെറ്ററായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ കുറേ ആളുകൾ ജോലിയുള്ളവരാണ് ശ്രമിക്കുന്നത്, അവർക്ക് പിന്നെ ഇതൊക്കെ മതി. അല്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ജോലിക്കൊക്കെ നല്ല ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ പോലീസ് ജോലി സ്വപ്നം കാണുന്നവരൊക്കെ വീണ്ടും പഠിച്ചു തുടങ്ങുക. പിന്നെ ഫിസിക്കലിൻ്റെ കാര്യത്തിൽ പേടിക്കാനൊന്നുമില്ല. ഫിസിക്കലിന് സമയം കിട്ടും. ഇപ്പോൾ 80% ഫിസിക്കൽ കിട്ടാത്തവർക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ അല്ലാത്തവർ 50% ഒക്കെ കിട്ടുന്ന ആളുകൾക്കും അത് നേടിയെടുക്കാനുള്ള സമയം ഇനിയും കിട്ടും. സോ അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞ് ഫിസിക്കലിന് വേണ്ടിയിട്ട് തയ്യാറെടുത്താലും നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല. അതൊക്കെ അക്യൂർ ചെയ്യാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ SIക്ക് സ്യൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് തന്നെ അത് അക്യൂർ ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ മറ്റ് പല ലിസ്റ്റുകളും വരാം. ഈ സമയത്ത് ഏതെങ്കിലും ലിസ്റ്റ് വന്നാൽ അതിലേക്ക് പോകാം. കാരണം യൂണിഫോം പോസ്റ്റാണ്, ബുദ്ധിമുട്ടുള്ള പോസ്റ്റുകളാണ്. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ലിസ്റ്റ് വൈഡൻ ചെയ്യണ ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ PSC കഴിഞ്ഞ പ്രാവശ്യത്തെ ലിസ്റ്റ് വളരെ അത്യാവശ്യം ആളുകളുണ്ട്. 1500ഓളം പേര് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് 1500 മുകളിലുണ്ടായിരുന്നു. 1700 പേരായിട്ടായിരുന്നു ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. സോ ആ ഒരു റേഞ്ചിലാണ് ഇപ്രാവശ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ വിചാരിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ കട്ട് ഓഫ് ഒക്കെ പറയുന്നത്. സോ അതിൽ നിന്നും വിഭിന്നമായിട്ടൊരു 1000-ന് താഴെ PSC എടുക്കാൻ കരുതുകയാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന 50 മാർക്കൊക്കെ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം അത്ര മാർക്കൊന്നും ആരും പറയുന്നില്ല. എല്ലാവരും ഈ 45-50 റേഞ്ചിൻ്റെ ഇടയിലാണ് വലിയ മാർക്കുകൾ പോലും പറയുന്നത്. 50-ന് മുകളിൽ പറയുന്നത് വളരെ ചുരുക്കമാണ്. പിന്നെ ഗ്രൂപ്പുകളിലൊന്നും ആളുകൾ ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ 300, 400, 500 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുമില്ല. ഇപ്രാവശ്യം എല്ലാവരും മാർക്ക് പിറകിലിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എല്ലാവർക്കും മാർക്ക് പറയാൻ പേടിയാണ്, കട്ട് ഓഫ് പറയാൻ പേടിയാണ്. അവർക്ക് കിട്ടിയ മാർക്ക് പോലും റിവീൽ ചെയ്യാൻ തയ്യാറാവുന്നില്ല. അത് കുറഞ്ഞു പോയത് കൊണ്ടാണോ, ഇനി അവർക്ക് കിട്ടില്ല എന്നുള്ള പേടി കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഗ്രൂപ്പിലൊന്നും ആളുകൾ കൂടുതൽ വരുന്നില്ല. സോ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് SIക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് അഡ്മിൻ ആവാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും അത് നടത്താൻ താല്പര്യമുള്ളവർക്കും ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ഭാഗമാകാം. അത് ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇടാം. അത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കതിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ പരസ്പരം സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ളൊരു ഗ്രൂപ്പായിരിക്കും. അല്ലാതെ ആർക്കും അഡ്മിന് മാത്രം സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പല്ല. നിങ്ങൾക്ക് പരസ്പരം ചാറ്റ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ആ ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കണം അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പക്ഷം അത് ബാൻ ഉണ്ടാവും. അല്ലാത്ത വേറൊരു പ്രശ്നമല്ല. ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്ത് നിങ്ങൾക്ക് സംസാരിക്കാം. പിന്നെ കൂടുതൽ ഇത് ചർച്ച ചെയ്ത് നമ്മളിപ്പോൾ സംശയങ്ങൾ ഉയർത്തി ഒരുപാട് പേര് ആവലാതി നിർത്തി പോവുകയാണ്. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ. സോ അത് നിങ്ങൾക്ക് ഈ ഉടനെ തന്നെ ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിനൊരു റീപ്ലൈ നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് അത്
എടുക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഒരു ടൈം ലൈനാണ് നോക്കാൻ പോകുന്നത്. ഷോർട്ട് ലിസ്റ്റ് എപ്പോൾ വരും, അത് കഴിഞ്ഞ് വെരിഫിക്കേഷൻ, ഇൻ്റർവ്യൂ, ഫിസിക്കൽ, അങ്ങനെ റാങ്ക് ലിസ്റ്റ് എത്തുന്ന ആ ഒരു പ്രോസസ്സ് എത്ര സമയത്തിനുള്ളിലാണത് തീരാൻ പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ എക്സാമുകളെയൊക്കെ വെച്ച് നോക്കിയിട്ട്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സമയം എത്ര കണ്ടെത്താൻ കഴിയും, ഫിസിക്കലിന് കിട്ടുമോ, ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയോ എന്നൊക്കെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. സോ അതുകൊണ്ട് ഒരുപാട് വേവലാതികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ലൈൻ ഇടുന്നത്. ഏകദേശം ഈ ഒരു ടൈം ലൈനിലായിരിക്കും കാര്യങ്ങൾ നടക്കുക എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇത് ഇടുന്നത്. സോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ മാക്സിമം ആളുകൾ ഗ്രൂപ്പിൽ കയറാൻ ശ്രമിക്കുക. സോ നമുക്കൊരു സർവേ പോൾ നമുക്ക് നടത്തുമ്പോൾ അത് ബാക്കിയുള്ളവർക്കും ഉപകാരമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്കും ആയിക്കോട്ടെ, 40 താഴെ ആയിക്കോട്ടെ, ഏത് മാർക്കുള്ള ലെവലിലുള്ള ആളും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ നിന്ന് ലഭിക്കും. പിന്നെ കുറേ അറിവുകൾ ലഭിക്കും. ഇനി അടുത്ത ലിസ്റ്റിൽ നിങ്ങൾ വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് എന്തൊക്കെ ചോദ്യം ചോദിക്കും, ഇങ്ങനെ തൊട്ട A to Z കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പുകൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഓരോരുത്തരോട് ഗ്രൂപ്പിൽ ചോദിച്ചു കൊണ്ടിരിക്കേണ്ട. ഇനി ഡിഗ്രിക്ക് മെയിൻ ലിസ്റ്റ്, ഫൈനൽ മാർക്ക് ലിസ്റ്റ് ആണോ, അതോ ഫൈനൽ മാർക്ക് ലിസ്റ്റ് ആണോ, മുഴുവൻ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യണോ, ഫിസിക്കലിന് എന്ത് ചെയ്യണം, എത്ര ഐറ്റം ഉണ്ട്, ഇങ്ങനെയൊന്നും ചോദിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അടുത്ത പരീക്ഷകൾക്ക് നോക്കാനും പറ്റും, ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. സോ നിങ്ങൾക്ക് തന്നെ ഉത്തരം കൊടുക്കുന്നൊരു ലെവലിലേക്ക് വളരാൻ കഴിയുക എന്നുള്ളത് ആണ് നിങ്ങളിവിടെ എത്തേണ്ടത്. അല്ല നിങ്ങളെപ്പോഴും ചോദ്യം ചോദിക്കുന്ന ആളല്ല, ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്ന ആളുകളാവാനും കൂടി ഈ ഇത്തരത്തിലുള്ള ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ സത്യസന്ധമായിരിക്കും. ഇപ്പോൾ കട്ട് ഓഫ് കുറയണം എന്നുള്ള നിലക്ക് നമ്മൾ മാർക്ക് കുറച്ച് പറഞ്ഞു വരുത്തിയിട്ട് കട്ട് ഓഫ് നാളെ കുറയാൻ പോകുന്നൊന്നുമില്ല. അത് കുറേ ആളുകളെ മണ്ടന്മാരാക്കാം എന്നുള്ളതിന് പകരം ഒന്നുമില്ല. ചിലവർ മാർക്ക് കൂട്ടി പറയും, അതും എന്തിനാണെന്നറിയില്ല, കുറേ ആളുകളെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ ഇത് രണ്ടും ഒഴിവാക്കി ജെന്യുവിനായിട്ടിരിക്കുക. അത് 100% ജെന്യുവിനായിരിക്കാൻ ആർക്കും കഴിയില്ല. അതിപ്പോഴത്തെ തലമുറയുടെ ഒരു പ്രശ്നമാണ്. സോ എങ്കിലും ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടുന്നവരെങ്കിലും അതിന് ശ്രമിക്കുക, അത് ചെയ്യുക. സോ മാക്സിമം ഈ വീഡിയോ കാണുന്നത് എത്ര പേരാണ്, 1000 പേരാണെങ്കിലും 500 പേരാണെങ്കിലും 100 പേരാണെങ്കിലും 10 പേരാണെങ്കിലും നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അതിൽ ഉപകാരം ഉണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതിലുള്ള ഗ്രൂപ്പിലുള്ള ഒരാളോ അല്ലെങ്കിൽ എനിക്കോ അതിന് മറുപടി നൽകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. സോ ഏത് ചോദ്യം ആയിക്കോട്ടെ അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കൺഫ്യൂഷൻ, അതായത് ഇപ്പോൾ മെസ്സേജ് അയച്ചതിൻ്റെ കൺഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ വിചാരിക്കുന്നത് ഇനിയും ഒരു പ്രാവശ്യം കൂടി ഇത്തരത്തിലുള്ള മെസ്സേജ് വരാത്തവർക്ക്, ഈ മാർക്ക് ഉണ്ടെന്ന് പറയുന്നവർക്ക് മെസ്സേജ് വരും. അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടില്ലെങ്കിലും അവർ ഇതിലുണ്ടാവും, ലിസ്റ്റിലുണ്ടാവും. ഇനി ആൾറെഡി ചിലപ്പോൾ എല്ലാം വെരിഫൈ ചെയ്യുക ആളുകൾക്ക് ചില സമയത്ത് വരാതിരിക്കാറുണ്ട്. അങ്ങനെയുള്ള ചാൻസ് കൊണ്ടും വരാതിരിക്കും. സോ എന്തായാലും നിങ്ങൾ ഓൾവേസ് നിങ്ങളുടെ പ്രൊഫൈൽ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കുണ്ടോ നിങ്ങൾക്ക് വരും. സോ 40 മുകളിലുള്ള മാർക്ക് ഉള്ളവരൊക്കെ എന്തായാലും പ്രതീക്ഷിച്ചിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പ്രൊഫൈൽ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ അത്യാവശ്യം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രം ഫിസിക്കലിൽ ട്രൈ ചെയ്താൽ മതി, അതിനുള്ള സമയം കിട്ടും. ഫിസിക്കൽ 1-2 ആഴ്ച പോകുമ്പോൾ തന്നെ അത്യാവശ്യം ആവറേജായിട്ട് എല്ലാ സ്പോർട്സും ആക്ടിവിറ്റിയൊക്കെ ഉള്ളവർക്ക് നേടാൻ കഴിയും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 50 മുകളിൽ മാർക്കുള്ളവരൊക്കെ ഈ ഒരു എക്സാം സംബന്ധിച്ചിടത്തോളം ഹൈ കാലിബർ ഉള്ളവരാണ്. സോ അവർക്കൊക്കെ സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അതുപോലെയുള്ള ഗസറ്റഡോ അത്തരത്തിലുള്ള നല്ല പോസ്റ്റുകൾക്ക് തന്നെ കിട്ടും. സോ അവരൊന്നും ഈ ഒരു എക്സാമിന് വരാൻ പോകുന്നില്ല. കാരണം ഈ ജോബ് അത്ര ടഫാണ്, അതൊന്നും അവർക്ക് കഴിയില്ല. അല്ലെങ്കിൽ അവർ ഫിസിക്കലിൽ തന്നെ ചിലപ്പോൾ അവർക്ക് നഷ്ടമായിട്ട് പോവാം. ഒരു 50 മുകളിലുള്ള ഒരു 90%, 80% ആളുകൾക്കെങ്കിലും അങ്ങനെ പോകും. സോ ഞാൻ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്നൊരു 30% മാത്രമാണ് പാസ്സാകാൻ പോകുന്നത്. അതിലപ്പുറമുള്ള ആളുകൾ ഫെയിലാവുന്നതാണ് എൻ്റെ ഒരു അനുമാനം, ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് പറയാനുള്ളത്. സോ അങ്ങനെ ഒരു ഹൈ ലെവൽ കട്ട് ഓഫ് വെച്ചിട്ട് 50 മുകളിൽ വെച്ച് ആളെ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും PSCക്ക് ആവശ്യമായ ആളുകളെ കിട്ടില്ല. പിന്നെ ഇതൊരു പ്രഹസനമായി മാറും. വെറുതെ 100 പേരെ എടുക്കാൻ വേണ്ടിയിട്ടൊരു ലിസ്റ്റ്. എത്ര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഈ ഒരു എക്സാമിലിടുന്ന PSC ഇടുന്നൊരു എഫേർട്ടിനെ കുറിച്ച്, നമ്മളിടുന്ന എഫേർട്ടും
PSC ഇടുന്ന എഫേർട്ട് നോക്കും. ഒരു ഉദ്യോഗാർത്ഥി എത്ര എഫേർട്ട് ഇടുന്നുണ്ട്? പ്രിലിം, മെയിന്, അത് കഴിഞ്ഞൊരു ലിസ്റ്റ്, നമ്മുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യൽ, അത് കഴിഞ്ഞ് വെരിഫിക്കേഷൻ, ഫിസിക്കലിനുള്ള പ്രാക്ടീസ്, ഫിസിക്കലിന് പോകണം. അത് എവിടെയായിരിക്കും? എറണാകുളത്തോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കാം, കോഴിക്കോടോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. അവിടെ പോകണം, അറ്റൻഡ് ചെയ്യണം, പോരണം, തിരിച്ചു വരുന്നു. പിന്നീട് വീണ്ടും അടുത്ത വെരിഫിക്കേഷന് പോകുന്നു. നമ്മുടെ ജില്ലാസ്ഥാനങ്ങളിൽ വെരിഫിക്കേഷന് പോകുന്നു, ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നു, ഇൻ്റർവ്യൂവിന് പ്രാക്ടീസ് ചെയ്യുന്നു, ഇൻ്റർവ്യൂവിൽ വരുന്നു. എന്നിട്ടാണ് ഒരു ലിസ്റ്റിൽ, ഒരു വർഷം നമ്മൾ വേറൊരു ലിസ്റ്റിൽ ഇത്രമാത്രം ഒരു വർഷത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ PSCയും കഷ്ടപ്പെടും. ഇത്രയും മോണിറ്ററി ചിലവാക്കിയിട്ടും ആളുകളെ അടുത്തുനിന്നും ചിലവാക്കുന്നുണ്ട്, PSC ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്നും ചിലവാക്കുന്നുണ്ട്. അങ്ങനെ ഇട്ടിട്ട് ഈ ഒരു 100 പേരെടുക്കാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ എക്സാം നടത്തുന്നത്? അതിലും പകരം പഴയതുപോലെ തന്നെ ഒരു 3 വർഷത്തെ ലിസ്റ്റ് ഉണ്ടായിക്കോളും. ഈ ഒരു വർഷമാക്കി നിർത്തിയിട്ട് ഏറ്റവും ബെസ്റ്റായ ആളുകളെ ലഭിക്കുന്നു നമുക്ക് പറയാൻ കഴിയും. സോ അതൊക്കെ ഒരു മണ്ടത്തരം, ഇല്ലോജിക്കലാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ പൈസയാണ് ഈ ചിലവാക്കുന്നത്. അതും ഈ സാലറിയും ബാക്കിയുള്ള മെഷേഴ്സൊക്കെ ചെയ്യാനുള്ള, പ്രൊഡക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് ചെയ്യാനുള്ള പൈസ തന്നെയാണ് PSC ഇത്തരത്തിൽ ചിലവാക്കുന്നത് എന്ന് ഓർക്കുക. സോ അത് 1 ഇയർ ലിസ്റ്റിൻ്റെ ആവശ്യം മാക്സിമം ഇപ്പോൾ അടുത്ത് ഇല്ലാതെയാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2-3 വർഷത്തേക്ക് ഇത് നീട്ടേണ്ടി വരും. കാരണം അത്രയും ചുരുങ്ങി വരും. അല്ലെങ്കിൽ ഗവൺമെൻറ് വാക്കൻസി ഉള്ള പോസ്റ്റുകളൊക്കെ, ഇപ്പോൾ ബാനായിട്ടുള്ള പോസ്റ്റുകളൊക്കെ റിവീൽ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ മാക്സിമം ആളുകളില്ലാത്ത പല സ്റ്റേഷൻ അവിടെയൊക്കെ പുതുതായി ആളെ എടുക്കേണ്ടി വരും. അതൊന്നും ആ അവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സോ അങ്ങനെ ഒരു ബിഗായിട്ടൊരു കുറേ അലോട്ട് ചെയ്യുന്നതൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. സോ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് റാങ്ക് ലിസ്റ്റ് വിപുലീകരിക്കുക എന്ന് മാത്രമാണ്. അതിൻ്റെ കാലാവധി നീട്ടുക, അല്ലെങ്കിൽ ഒരു വർഷം നടത്താതിരിക്കുക, എന്നിട്ട് പിന്നീട് ഒരു വർഷത്തേക്ക് നടത്തുക. അതായത് ഞാനിപ്പോൾ പറയുന്നത്, ഇനിയിപ്പോൾ 2024 ലാസ്റ്റ് വെച്ച് 2024 ഡേറ്റ് വെച്ചിട്ട് 2025 ജനുവരിയിൽ വിളിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇനി 2026 ജനുവരിയിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ലിസ്റ്റ് ജൂണിൽ അവസാനിച്ച് കഴിഞ്ഞാലും 2025 ജൂണിൽ അവസാനിച്ച് കഴിഞ്ഞാലും 2026 ജൂണിൽ അവസാനിച്ച് കഴിഞ്ഞാലും പിന്നീട് ആ ലിസ്റ്റ് വരുമ്പോൾ കുറച്ച് കാലമെങ്കിലും ഉണ്ടാവും. ആ കാലയളവിൽ തന്നെ ഒരു 10-50 വേക്കൻസിയെങ്കിലും ഉണ്ടാവും. പോരാത്തതിന് ഈ ഒരു വർഷത്തെ വേക്കൻസി ഉണ്ടാവും. അങ്ങനെയൊക്കെ PSC ചിന്തിക്കേണ്ട കാലമായിട്ടുണ്ട്. പക്ഷേ PSC എന്തുകൊണ്ടോ ചിന്തിക്കുന്നില്ല. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? PSC അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. സോ അത് നമ്മൾ തുടരുക. നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അതിനാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ. PSCയുടെ അഡ്രസ്സ് എല്ലാവരുടെ കയ്യിലുണ്ട്. എഴുതുക, കുത്തിയിരുന്ന് അങ്ങോട്ട് എഴുതുക. നമ്മുടെ ഗ്രീവൻസസ് അവർ മനസ്സിലാക്കട്ടെ. വെറുതെ കഷ്ടപ്പെട്ട് ഇൻ്റർവ്യൂവും എല്ലാം അറ്റൻഡ് ചെയ്ത് ഇത്രയും വലിയൊരു പ്രോസസ്സിൽ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നമ്മൾ ലിസ്റ്റിൽ എന്ത് ചെയ്യും? നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട്, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ പോലും പുറത്തു പോകും. വേറൊരു എക്സാമിനും ഇത്ര കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ വന്ന് മുടിയൊക്കെ വെട്ടി പുതിയ ഡ്രസ്സും ഷൂവും ഒക്കെ വാങ്ങിപ്പോയിട്ട് നിങ്ങൾ ലാസ്റ്റ് വെച്ച് ആ ലിസ്റ്റിൽ നിന്ന് ഔട്ടാകുന്നു. അതിലൊരു 75% ആളുകൾക്ക് ഒരു ലിസ്റ്റിൽ ഇപ്പോൾ SIനെ സംബന്ധിച്ചിടത്തോളം കിട്ടുള്ളൂ. അതുതന്നെ കിട്ടുമെന്ന് കണ്ടറിയണം ലിസ്റ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച്. സോ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന ഫ്രസ്ട്രേഷൻ നമ്മളൊന്ന് ആലോചിക്കണം. ഉദ്യോഗാർത്ഥിക്ക് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ. സോ ആ ഫ്രസ്ട്രേഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? വേക്കൻസി വരണം. അതിനനുസരിച്ച് ആളെടുക്കണം. അപ്പോൾ അത് പ്രശ്നമില്ലാതെയാവും. സോ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുക, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ട് ടൈം ലൈൻ ഇട്ട് എക്സാമുകളും ബാക്കിയുള്ള കാര്യങ്ങളും നടത്തിയിട്ട് മാക്സിമം നീട്ടിക്കൊണ്ടുപോയിട്ട് എക്സാം അതിനുശേഷം നടത്തുക എന്നുള്ളത് മാത്രം. ഉദ്യോഗാർത്ഥികളുടെ കാത്തിരിപ്പിനും വെക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു വർഷം കഴിഞ്ഞിട്ട് ലിസ്റ്റ് ഇട്ടാൽ മതിയല്ലോ, അപ്പോൾ വേക്കൻസി ഉണ്ടാവും. അപ്പോൾ അതൊരു കാത്തിരിപ്പാണ്. അത് ഉദ്യോഗാർത്ഥികളിൽ ഉണ്ടാകുന്ന ടെൻഷൻ കൂടുതലാണ്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു കാലാവസ്ഥക്കനുസരിച്ചാണെന്ന് പറയാം. ചിലപ്പോൾ ഫിസിക്കലിൽ ചില പ്രാവശ്യങ്ങൾ 27% പാസ്സായിട്ടുള്ളൂ. ചിലപ്പം 40% വരെ 50% വരെ ആളുകൾ പാസ്സാകും. അത് PSCക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല. ഈ പ്രാവശ്യം വരുന്ന ആളുകളൊക്കെ ഫിസിക്കലി എഫിഷ്യൻ്റ് ആയിരിക്കും, അതുകൊണ്ട് 100 പേരെടുത്താൽ മതി, എന്നാൽ അതിൽ 50 പേരുണ്ടാവും. അങ്ങനെ വിചാരിക്കാൻ കഴിയില്ലല്ലോ. സോ 20% ആളുകളെ പാസ്സാവുന്നെങ്കിൽ ലിസ്റ്റിൽ ആളില്ലാതെ വരില്ലേ. സോ അതുകൊണ്ടാണ് എപ്പോഴും കൂടുതൽ ആളുകളെ 5 ഇരട്ടിയോ 10 ഇരട്ടിയോ ആളുകളെ എടുക്കേണ്ടി വരുന്നത്. ലിസ്റ്റ് എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നുള്ളത് PSCക്ക് കഴിയില്ല. അത് എത്ര വലിയ ലിസ്റ്റ് ഇട്ടാലും ചെറിയ ലിസ്റ്റ് ഇട്ടാലും അത് കഴിയില്ല. സോ എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ഓഫിനെക്കാട്ടിലും 4-5 മാർക്ക് മുകളിൽ വരണം എന്നുള്ളത്
അത് ഒരു അനിവാര്യതയാണ് ഇപ്പോൾ. അത് ഏത് സമയത്ത് എങ്ങനെ വന്നാലും കട്ട് ഓഫിനേക്കാൾ മുകളിൽ 3-4 മാർക്ക് മുകളിൽ നിൽക്കുന്നവർക്കേ ഇപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർ പ്രതീക്ഷിക്കാനുള്ള ഒരു വക ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. സോ നമുക്ക് ആ ടൈം ലൈനിലേക്ക് ഒന്ന് കിടക്കാം. ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മാസം അവസാനത്തോടു കൂടി. ഇങ്ങനെ പോയാലും അടുത്ത ഡിസംബറിൽ ഫസ്റ്റ് വീക്കിൻ്റെ ഉള്ളിൽ എന്തായാലും വരും. ഇപ്പോൾ ഞാൻ പറയുന്നത് 30/11/24 ഷോർട്ട് ലിസ്റ്റ് തയ്യാറാവും. ഇപ്പോൾ ഇവർക്ക് മെസ്സേജ് അയച്ച സ്ഥിതിക്ക് അവർ ഓൾറെഡി റെഡിയാണ്. ഇനിയൊരു എക്സ്റ്റൻഷൻ വരികയെന്ന് വേണമെങ്കിൽ ഇനിയും മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ എക്സ്റ്റൻഷൻ വരും. സോ അത് ഡിസംബറിൻ്റെ ഫസ്റ്റോ സെക്കൻഡ് വീക്ക് വരെ ഷോർട്ട് ലിസ്റ്റിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട്. ഇനിയും അങ്ങനെ അയക്കണം എന്ന് വെക്കുകയാണെങ്കിൽ, അല്ല അയച്ചത് മതി ഇതുവരെ നിർത്തിയിട്ട് ഇനി ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം മതി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഡേറ്റിൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് പ്രതീക്ഷിക്കാം. പിന്നീട് വരെ എന്താണ്, ഫിസിക്കൽ ടെസ്റ്റാണ്. ഫിസിക്കൽ ടെസ്റ്റ് അത് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം സമയം കിട്ടും, 2 മാസമെങ്കിലും സമയം കിട്ടും. അത് ജനുവരി ഫെബ്രുവരിയിൽ നടക്കാനാണ് സാധ്യത. അതായത് ഒരു 2025 ജനുവരി മുതൽ ഫെബ്രുവരി വരെ നീളുന്ന ഒരു കലാപരിപാടിയായിരിക്കും ഈ ഫിസിക്കൽ ടെസ്റ്റ്. സോ അത്യാവശ്യം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ സമയം കിട്ടും. അല്ലാതെ ഇപ്പോൾ തന്നെ വലിച്ചു വാരി വീണ് കൈയും കാലും ഒടിച്ച് ആ സമയത്തേക്ക് അൺഫിറ്റ് ആവേണ്ട ആവശ്യം ഇല്ല. സോ ഇതിൽ ഫിസിക്കൽ എഫിഷ്യൻസിയിൽ നമുക്കൊരു ഭാഗ്യം കൂടിയുണ്ട്. ആ സമയത്ത് നമുക്ക് രോഗങ്ങൾ വരാതിരിക്കണം, നമ്മൾ വീഴാതിരിക്കണം. ഇങ്ങനെ ഈ ഒരു കടമ്പകളൊക്കെ കടന്നാൽ നമുക്ക് ഫിസിക്കൽ ആ ദിവസം തന്നെ ചില ഗ്രൗണ്ടുകളിലൊക്കെ അന്ന് മഴ പെയ്യും, സ്ലിപ്പായി വീഴുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. സോ അതായത് 5 കറക്റ്റാക്കി വെച്ചവനെ സംബന്ധിച്ചിടത്തോളം 5ാമത്തത് പോവും. കാരണം ഹൈ ജമ്പിൽ ഒരു പ്രാവശ്യം ഇതുപോലെ സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലമാണ് കൊടുത്തത്. അതിൽ കുറേ ആളുകൾ എന്ത് ചെയ്തു, ഓടി വന്ന് സ്ലിപ്പായി വീഴും. പിന്നെ അവർക്ക് എന്ത് ചെയ്യും, എവിടെയെങ്കിലും ജോയിൻറ്റിൽ പെയിൻ വരികയും പ്രശ്നം വന്നിട്ട് പിന്നെ അവർക്ക് കൊക്കി നടക്കേണ്ട അവസ്ഥയാണ്. പിന്നെ അവർക്ക് ചാടാൻ കഴിയില്ല. സോ അവർ 4 ഔട്ടാവും. 4 അവർക്ക് നേടാൻ കഴിയുള്ളൂ. സോ നമുക്കൊരു 6 മിനിമം ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് ആ സമയത്തേക്ക് എഫിഷ്യൻ്റ് ആക്കുക. പിന്നെ ഇതുപോലെ അപകടങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അതൊക്കെ ഒരു ഭാഗ്യമാണ്. സോ ഇത്രയും കടമകൾ ഉണ്ടാവുകൊണ്ടാണ് പ്രശ്നം. എക്സാമിൽ 60 മാർക്ക് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. എസ്ഐനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 100% മാർക്ക് വാങ്ങിയിട്ടും ഒരു കാര്യമില്ല. ഫിസിക്കൽ പാസ്സായോ, ഫിസിക്കൽ കറക്റ്റായിട്ട് പാസ്സാവണം. ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ വേണം. ഇൻ്റർവ്യൂവിൽ വളരെ താഴെ പോകണമായാലും നിങ്ങൾ ലിസ്റ്റിൽ വളരെ താഴെ പോകും. 2-3 മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ ഇൻ്റർവ്യൂ ഒരു 11 മുതൽ 14 വരെ മാർക്കൊക്കെ വരും. സോ നിങ്ങൾക്ക് 14 മാർക്ക് കിട്ടുന്ന നിങ്ങളുടെ മുകളിലെത്തും. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിൽ ടോപ്പ് മാർക്കുണ്ട്, 56 മാർക്ക് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് 10 മാർക്കാണ് ഇൻ്റർവ്യൂവിൽ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് 66 മാർക്ക് കിട്ടി. പക്ഷേ ഒരാൾക്ക് 14 മാർക്കുണ്ട്. സോ അവൻ 52 ഉള്ളെങ്കിൽ 66 മാർക്ക് എത്തി. സോ ആ ഡിഫറൻസ് താഴെയുള്ളവൻ നിങ്ങളുടെ ഒപ്പം എത്തുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് കടമ്പകൾ കാണും ഞങ്ങൾ കടന്നു പോയിട്ട് വേണം നമുക്കിതിൽ എത്തിച്ചേരാൻ. അപ്പോഴും ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് വെച്ച് ചിലപ്പോൾ ലിസ്റ്റ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ ക്യാൻസലാവുന്ന അവസ്ഥ വരെ ഉണ്ടാവും. സോ അതൊക്കെ ഇതിൽ പ്രതീക്ഷിക്കണം. നമ്മൾ ഫ്രസ്ട്രേറ്റ് ആവാതെ അടുത്ത എക്സാമിനോടുകൂടി നമ്മൾ തുടങ്ങി വെക്കുക. സോ അപ്പോഴേ നിങ്ങൾക്ക് ഇനിയില്ല, അടുത്തൊരു എക്സാം കൂടി ഉണ്ടല്ലോ, അപ്പോഴേക്കും ഇത് തീരാനാകുമ്പോൾ ഈ ലിസ്റ്റ് തീരാനാകുമ്പോഴേക്കും അടുത്ത ലിസ്റ്റിൻ്റെ കാര്യങ്ങൾ തുടങ്ങും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ. അപ്പോൾ ഫിസിക്കൽ കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, ഷോർട്ട് ലിസ്റ്റ്. ഒരു ഫിസിക്കൽ കഴിഞ്ഞ ഉടനെ ഒരു ഷോർട്ട് ലിസ്റ്റ് കൂടി ഇടും. അതെന്തിനാണെന്ന് വെച്ചാൽ ആരൊക്കെ ഫിസിക്കൽ പാസ്സായി, എത്ര ശതമാനം ആളുകൾ പാസ്സായി എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയാണ് നമ്മൾ 39% പാസ്സായിട്ടുള്ളൂ, 40% പാസ്സായിട്ടുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴാണ്. ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ടൊരു ഷോർട്ട് ലിസ്റ്റ് ഇടും. അതൊരു മാർച്ച് മാസത്തിലായിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. മാർച്ച് മാസത്തിൽ ഇൻ്റർവ്യൂവിനുള്ള ഷോർട്ട് ലിസ്റ്റ് ഇടും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാകും. ചിലപ്പോൾ ഇപ്രാവശ്യം ആദ്യം വെരിഫിക്കേഷൻ നടത്താം. അതെങ്ങനെയും വരാം. ചിലപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിന് ശേഷം നിങ്ങളുടെ ജില്ല വൈസ് നിങ്ങൾ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ജില്ലകളിൽ നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരാം അവിടെ പോയിട്ട് വെരിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് നടക്കാം. അത് ഏപ്രിൽ മാസം മുഴുവനായിട്ടും ആ ഒരു പ്രോസസ്സിലേക്ക് പോവാം. അതിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ ആദ്യം തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് ഫിസിക്കലിന് മുന്നോടിയായിട്ട് നടത്താം. പൊതുവേ ആദ്യമൊക്കെ ഇപ്പോൾ 2019 നോട്ടിഫിക്കേഷൻ
2022 വന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, അതിലൊക്കെ വന്നിരുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ ആ സമയത്തായിരുന്നു വെരിഫിക്കേഷൻ വിളിച്ചത്. പിന്നീട് ഇൻ്റർവ്യൂ ആണ്, അടുത്ത മെയിൻ കടമ്പ എന്ന് പറയുന്ന ഇൻ്റർവ്യൂ. അത് മെയ് മാസത്തിൽ അവർ പൂർത്തീകരിക്കും. 2/5/25 മുതൽ തുടങ്ങിയിട്ട് ആ മെയ് മാസത്തിൽ തന്നെ തുടങ്ങിയിട്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് അത് ജൂണിൽ നിലവിൽ വരും. അപ്പോഴേക്കും നിലവിലുള്ള ലിസ്റ്റ് എക്സോസ്റ്റ് ആവും. ഇതിൻ്റെ കോമഡി അതാണ്, ലിസ്റ്റ് എക്സോസ്റ്റ് ആകുമ്പോൾ തന്നെ അടുത്തൊരു ലിസ്റ്റ് വരികയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്കൊരു വേക്കൻസി പോലും കിട്ടാത്തൊരവസ്ഥ. NJD ഉണ്ടെങ്കിൽ മാത്രം കിട്ടുവരും, അല്ലാതെ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ആമഡിൽ SIയിൽ ഒഴിവ് വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, പക്ഷേ ആമഡിനെ അപേക്ഷിച്ച് എക്സിക്യൂട്ടീവ് SIക്കാണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുക. സോ പക്ഷേ എന്ത് ചെയ്യും, SIയിൽ ഉൾപ്പെടുന്നവർക്ക് ആമഡിൽ ഉൾപ്പെടാനും കഴിയില്ല. സോ ആമഡിൽ എപ്പോഴും കുറച്ചെങ്കിലും വേക്കൻസി ഉണ്ടാവും എല്ലാ സമയത്തും. പക്ഷേ സിവിലിൽ ഒരിക്കലും അങ്ങനെ ഒരു വേക്കൻസി പ്രതീക്ഷിക്കാൻ പാടില്ല. പക്ഷേ ആമഡിൽ എങ്ങനെയായാലും ഈ കുറച്ച് വേക്കൻസി ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ SI ആണ് ഏറ്റവും കൂടുതൽ ഒഴിവ് വരുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് സിവിൽ. സോ അതുകൊണ്ട് അതിന് കട്ട് ഓഫ് കുറവാണ്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ 2022 ഒക്കെ മുന്നുള്ള എക്സാമിനൊക്കെ ഇതിനായിരിക്കും ഏറ്റവും കുറവുണ്ടായിരുന്നത്, ആമഡിനായിരുന്നു ഏറ്റവും കുറവ് കട്ട് ഓഫ്. അന്ന് എല്ലാറ്റിലും നമ്മുടെ എക്സൈസ്, അതുപോലെ ജയിലർ തുടങ്ങിയ എല്ലാതും ഒരുമിച്ച് നടത്തിയൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആമഡിനൊക്കെ വളരെ കുറവായിരുന്നു. സോ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം മാർക്കുള്ള നമ്മൾ പറഞ്ഞ കട്ട് ഓഫിൻ്റെ മുകളിലൊക്കെ തന്നെ കട്ട് ഓഫ് 1-2 മാർക്കിൽ മാറ്റം വന്നാലും അതിലൊക്കെ തന്നെ കട്ട് ഓഫ് വരുള്ളൂ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം, വെറുതെ പേടിച്ച് സമയം കളയണ്ട. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊള്ളുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.